കരിഞ്ഞ ഐഫ ചിക്കൻ ആരെയും കഴിച്ചിട്ടുണ്ടോ ഗൈസ്? എല്ലാം കൂടി കരിച്ചു വെച്ചിന് ഗൈസ്. ഇത് ഇങ്ങനെയാണ് ഐഫ ചിക്കൻ ഉണ്ടാക്കുക. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഐഫ ചിക്കൻ ആണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ചെറിയ കോഴി വാങ്ങിക്കാനാണ് ഞങ്ങൾ പോയത്, പക്ഷെ കിട്ടിയത് വലിയ കോഴി ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ അത് വെച്ചിട്ട് ഐഫ ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ചിക്കൻ കഴുകി എടുക്കാം. നല്ല മസിലുള്ള കോഴിയാണ്. അപ്പോൾ നമുക്ക് ഈ കോഴിനെ 2 പീസാക്കാം. കട്ട് ചെയ്ത ചിക്കൻ നമുക്ക് ഇടിച്ച് പരത്താം. അതിനെ അടിച്ചു പരത്തി. അപ്പൊ ഞാനും അതിനെ അടിച്ചു പരത്താൻ വേണ്ടി പോവാണ്. ഇടിച്ചു പരത്തിയ ചിക്കനിലോട്ട് മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് ചെറിയ ചെറിയ വരട്ടെടുക്കാം. മയോണൈസ് ഉണ്ടാക്കാൻ നമുക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ 3 മുട്ട പുഴുങ്ങാൻ വെക്കണം. നമുക്ക് ചിക്കനിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മുളക് പൊടി നിങ്ങൾക്ക് ഇടാം കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കട്ടത്തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കാം. നമുക്കിനി ഈ മസാല എല്ലാം കൂടി മിക്സ് ആക്കാം. ഉണ്ടാക്കി വെച്ച മസാല ചിക്കനിലോട്ട് പുരട്ടി കൊടുക്കാം. നമ്മുടെ ചിക്കനിൽ നമ്മൾ അടിപൊളിയായിട്ട് മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മയോണീസ് ഉണ്ടാക്കണം. 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം നമുക്ക് എടുക്കണം, മഞ്ഞ ഒഴിവാക്കണം. അടുത്തതായി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉപ്പ്, പഞ്ചസാര ഇട്ട് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ, ചീസും അതുപോലെ പാലും നമുക്ക് നമ്മുടെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട് ഗൈസ്. പട്ടിട്ടെടുക്കാം. ചിക്കൻ നമ്മളിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോട്ടോ. മസാലയൊക്കെ പിടിച്ച് അത്യാവശ്യം നമ്മൾ ഏകദേശം 10-30 മിനിറ്റ് നമ്മൾ മസാല തേച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ നമുക്കിനി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ അങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ സ്പെഷ്യലായിട്ട് അടിച്ചു വെച്ച മയോണൈസ് നമുക്കങ്ങനെ തേച്ചെടുക്കാം.
ഫൈനലി നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. കരിഞ്ഞ ഐഫ ചിക്കൻ ആരെയും കഴിച്ചിട്ടുണ്ടോ ഗൈസ്? എന്റെ ഗതികേടേന്ന് നോക്കിക്കോളണം. ഈ ചിക്കൻ എന്താണ് പ്രശ്നം? കാര്യം സംഭവിച്ചത് എന്താണെന്ന് അറിയോ? നമ്മൾ അവസാനം നമ്മൾ മയോണൈസ് ഒഴിക്കുമല്ലോ, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടിയിൽ കരിയൂന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതൊന്ന് തിരിച്ചിട്ടു. അത്രേ ചെയ്തുള്ളൂ. അടി കരിയാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല സത്യമായിട്ടും. നോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്ക്. ഇവള് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ പുറത്തിങ്ങനെ മയോണൈസ് ഒഴുകി കിടക്കുമല്ലോ, അതിന് മയോണൈസ് ഇല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം മൊത്തം. എല്ലാം കൂടി കരിച്ചു വെച്ചിന് ഗൈസ്. ഇത് ഇങ്ങനെയാണ് ഹൈഫ ചിക്കൻ ഉണ്ടാക്കുക. ഹൈഫ ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഉപ്പാട് ചോദിക്കാം. ഉറങ്ങിയ പോലെ ഇരിപ്പുണ്ട്. ഉപ്പ നോക്ക്. അപ്പോൾ നമ്മുടെ ഉപ്പ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് ഈ കാണുന്നത്. എൻ്റെ മോനെ അതെ കടിച്ച്. എങ്ങനെയുണ്ടെന്ന് അറിയാം. വേറില്ലാത്തോണ്ട് ഉഷാറാ. അടുത്തതായി നമുക്ക് നമ്മുടെ ഉമ്മുക്കുട്ടിയോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന്. പിച്ചിട്ടും കിട്ടുന്നില്ല അത്. കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്. കാക്കാട് ചോദിക്ക എങ്ങനെയുണ്ട് അൽഫ ചിക്കൻ. ഗൈസ് നമ്മുടെ അൽഫ ചിക്കൻ കണ്ടോ, അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഇനി തിന്നു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഗൈസ് ഉള്ളത് പറയുകയാണെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ മയോണൈസ് കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറച്ചിയിൽ നല്ലപോലെ മയോണൈസും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് അതിലൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. ഈ മയോണൈസ് ഇങ്ങനെ വരാനുള്ള കാര്യം എൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ആട്ടോ. ഗൈസ് ഞങ്ങൾ അൽഫ ചിക്കന് ചെറിയൊരു പ്രശ്നം വന്ന്, അതെന്ന് വെച്ചാൽ മയോണൈസെല്ലാം തേച്ച് വെച്ചതാണ്. അപ്പോൾ അടിഭാഗം കരിയെന്ന് വിചാരിച്ച് ഇക്കൊക്കെ തിരിച്ചിട്ട്, അപ്പോൾ ആ മയോണൈസ് ഫുള്ളും കൂടി മെൽറ്റ് ആയിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് നോക്കി ഉണ്ടാക്കിയാൽ മതി. ഗൈസ് അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. മയോണൈസിൻ്റെ ചെറിയൊരു ഇഷ്യൂ അത് കരിഞ്ഞ പോലായിട്ട് ഇതിൻ്റെ ചുവ കിട്ടുന്നേ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.